ഹിജ്റ 11 സഫർ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിലേക്ക് എത്തുകയും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്വഹാബത്തിന് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിലെത്തി സ്വഹാബത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകി. അന്ന് രാത്രി തന്നെ ബഖീഉൽ മിർഖദിലേക്ക് എത്തുകയും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്വഹാബത്തിന് വേണ്ടി ദീർഘമായി റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് ഹിജ്റ 11 സഫർ മാസത്തിൽ ഒരു തിങ്കളാഴ്ച ദിവസം ഒരു ജനാസയിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്ന വഴിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശക്തമായ തലവേദന അനുഭവപ്പെടുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് എത്തി, ആയിഷ, ശക്തമായ വേദന ഞാൻ അനുഭവിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി, വാ റഅസാ, റസൂലേ, എൻ്റെ തലയും ശക്തമായി വേദനിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, നിങ്ങളിൽ 2 പേർ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആയിഷ, നിനക്ക് ഓർമ്മയില്ല ആയിഷ, ഹിജ്റ 7 ഖൈബറിൽ വെച്ചുകൊണ്ടൊരു ജൂതപ്പെണ്ണ് ആടിൻ്റെ മാംസത്തിൽ വിഷം ചേർത്ത് എനിക്ക് നൽകിയത് നീ ഓർക്കുന്നില്ലേ? ആ വിഷം എന്നിലേക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കയ്പുനീരെൻ്റെ നാവിലേക്ക് വന്ന് അതെന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വല്ലാത്ത വേദന ഞാൻ അനുഭവിക്കുന്നു ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷീണിതനായി കിടക്കുന്നു. ചൊവ്വാഴ്ച ദിവസം ശക്തമായ പനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടായി പറഞ്ഞു, ഹരീഖു അലയ്യ മിൻ 7 ഖിറബിൻ, സ്വഹാബ 7 കിണറുകളിൽ നിന്നായി വെള്ളം കോരിക്കൊണ്ടുവന്ന് എൻ്റെ തലയിലൂടെ നിങ്ങൾ ഒഴിക്കണം. സുമ്മ തുഫിദ്നാ നസുബ്ബു അലൈഹി ബിക. സ്വഹാബത്ത് അപ്രകാരം ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരൽപ്പം ആശ്വാസം ലഭിക്കുകയാണ്. 2 സ്വഹാബത്തിൻ്റെ തോളിൽ കൈവച്ച് മദീന പള്ളിയിലേക്ക് വേച്ച് വെച്ച് നടക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലെത്തി മിമ്പറിൽ കയറി സ്വഹാബത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ഫമൻ കുൻതു ജലത്തു ലഹു ലഹ്റൻ ഫഹാദാ ലഹ്രി ഫൽയസ്തഖിദ് മിൻഹു. ദാ മുഹമ്മദ് ആരെയെങ്കിലും അനർഹമായി പ്രഹരിച്ചിട്ടുണ്ട് എങ്കിൽ ദാ മുഹമ്മദിൻ്റെ മുതുക് നിങ്ങൾക്ക് പ്രതികാരമെടുക്കാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ കുൻതു അഖദതു ലഹു മാലൻ ഫഹാദാ മാലി ഫൽയഖുദ് മിൻഹു. മുഹമ്മദ് ആരുടെയെങ്കിലും സമ്പത്ത് അന്യായമായി പറിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ ദാ മുഹമ്മദിൻ്റെ സമ്പത്ത് നിങ്ങൾക്കിതിൽ നിന്നെടുക്കാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ കുൻതു ശതംതു ലഹു ഇർദൻ ഫഹാദാ ഇർദി ഫൽയസ്തഖിദ് മിൻഹു. മുഹമ്മദ് ആരുടെയെങ്കിലും അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ ദാ മുഹമ്മദിൻ്റെ അഭിമാനം നിങ്ങൾക്ക് പിച്ചി ചീന്താം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീലമ്പടനാണെന്ന് പറയുമ്പോൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധക്കുതിരനാണെന്ന് പറയുമ്പോൾ സമൂഹം പഠിക്കണം, സമൂഹത്തെ പഠിപ്പിക്കണം ഈ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഇനി പ്രിയമുള്ളവരെ, ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ചേർത്ത് വെക്കണം. എത്ര പേരുടെ ഹൃദയങ്ങൾക്ക് നമ്മൾ മുറിവേൽപ്പിച്ചിട്ടുണ്ട്, എത്ര പേരെ നമ്മൾ അന്യായമായി പ്രഹരിച്ചിട്ടുണ്ട്, എത്ര പേരുടെ അഭിമാനങ്ങൾക്ക് നമ്മൾ ക്ഷതം വരുത്തിയിട്ടുണ്ട്. നമ്മുടെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവന്ന് ഉസ്താദ് ഇങ്ങനെ വിളിച്ചു പറയാണിതാ, ഇയാൾ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണം, ഒന്ന് മനസ്സിൽ വെക്കരുത് എന്ന് പറയുമ്പോൾ മായാത്ത ഉണങ്ങാത്ത മുറിവുകൾ ചില ആളുകളുടെ ഹൃദയത്തിൽ അന്നും ബാക്കിയുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഖബറിലെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് പൊരുത്തപ്പെടിക്കുവാൻ ആത്മാർത്ഥമായി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ബുധനാഴ്ച ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശക്തമായ വേദന അനുഭവപ്പെടുകയാണ്. അന്നും മിമ്പറിൽ കയറി അസ്ർ വരെ സ്വഹാബത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നു. അസ്ർ നമസ്കാരം കഴിഞ്ഞ് വീണ്ടും മിമ്പറിൽ കയറി സ്വഹാബത്തിനായി ഉപദേശങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹു ബൈന അയ്യുതിയഹു മിൻ സഹറത്തിദ് ദുനിയ മാ ശാഅ വബൈന മാ ഇൻദഹു. ഒരടിമ, ആ അടിമക്ക് ദുനിയാവിലെ മുഴുവൻ സുഖസൗകര്യങ്ങളും ആസ്വദിക്കാം, അല്ലെങ്കിൽ അള്ളാഹുവിലേക്കുള്ള മടക്കം അത് സ്വീകരിക്കാം. ഇങ്ങനെ ഒരു അവസരം നൽകിയപ്പോൾ ഫഖ്താറ മാ ഇൻദഹു, ആ അടിമ തിരഞ്ഞെടുത്തത് അള്ളാഹുവിലേക്കുള്ള മടക്കത്തെയായിരുന്നു. ഇത് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. സ്വഹാബത്തിന്റെ ചോദ്യം, അബൂബക്കർ, പ്രവാചകൻ ഏതോ ഒരു അടിമയുടെ വിഷയം പറഞ്ഞതിൻ്റെ പേരിൽ താങ്കൾ എന്തിന് കരയണം? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, ആ അടിമ അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ.
മദീന പള്ളിയിൽ ചെറിയ ചെറിയ വാതിലുകൾ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി എല്ലാ വാതിലുകളും നിങ്ങൾ അടക്കണം, ഇല്ലാ ഖൗഖത്തു അബീബക്കർ, എൻ്റെ അബൂബക്കറിൻ്റെ വാതിൽ മാത്രം നിങ്ങൾ അടച്ചു കളയരുത്. വലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ മിൻ ഉമ്മത്തി ലത്തഖദതു അബൂബക്കറിൻ ഖലീല, ഈ ഉമ്മത്തിൽ നിന്ന് ഉറ്റ സുഹൃത്തായി ആരെങ്കിലും തെരഞ്ഞെടുക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ അബൂബക്കറിനെ ഞാൻ തെരഞ്ഞെടുക്കുമായിരുന്നു എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നീട് വ്യാഴാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്ത് പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനെ തടഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ പ്രവാചകൻ അവശനാണ്, ഈ സമയത്ത് റസൂലുള്ളാഹിയെ കൊണ്ട് സംസാരിപ്പിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. സ്വഹാബത്ത് പറഞ്ഞു, ഉമർ, പ്രവാചകന്റെ വസിയ്യത്തുകൾ ഒപ്പിയെടുക്കണം. അവിടെ തർക്കമുണ്ടായപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഖൂമൂ ഇൻദി, എല്ലാവരും എഴുന്നേറ്റ് പോകണം സ്വഹാബ, എൻ്റെ അടുക്കൽ തർക്കം പാടില്ല, എൻ്റെ അടുക്കൽ ഐക്യമാണ് സ്വഹാബ, തർക്കിക്കാൻ പാടില്ല. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്തുകൾ പറയാൻ തുടങ്ങി. പ്രവാചകൻ പറഞ്ഞു, ഇനി മുതൽ ജസീറത്തുൽ അറബിൽ മുസ്ലിമീങ്ങൾ മാത്രം മതി, മറ്റുള്ളവരെയെല്ലാം ജസീറയിൽ നിന്ന് മാറ്റി പാർപ്പിക്കണം. സ്വഹാബ, അതിഥികളുടെ വിഷയം നിങ്ങൾ വളരെ ഗൗരവത്തിൽ കാണണേ. മൂന്നാമതായി റസൂലുള്ളാഹി പറഞ്ഞു, അസ്സലാത്ത് അസ്സലാത്ത്. സ്വഹാബ, നമസ്കാരത്തിൻ്റെ വിഷയം വളരെ ഗൗരവത്തിൽ നിങ്ങൾ നോക്കിക്കാണണേ. ഏതെങ്കിലും വിവാഹ ആഘോഷങ്ങൾ വരുമ്പോൾ, ഏതെങ്കിലും വിനോദയാത്രകൾ വരുമ്പോൾ നമുക്ക് ഉപേക്ഷിക്കാനുള്ളതല്ല ഈ നമസ്കാരം എന്നുള്ളത്. ദുനിയാവിൻ്റെ ചില സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി, ദുനിയാവിൻ്റെ ചില കച്ചവടങ്ങൾക്ക് വേണ്ടി, ചില തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കാനുള്ളതല്ല ഈ നമസ്കാരം എന്നുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുമ്പോൾ ഒരൽപ്പം പാലോ തേനോ വായിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുടൽമാലയിലൂടെ പുറത്തേക്ക് പോകുന്ന സന്ദർഭത്തിലും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലാ ഹദ്ദ ഫിൽ ഇസ്ലാം ലിമൻ തറക സ്വലാത്ത്, നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ സ്ഥാനമില്ല. വ്യാഴാഴ്ച ദിവസം മഗ്രിബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് നിന്ന് നമസ്കാരം നിർവഹിക്കുന്നു. ഇശാഇന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂഎടുത്തു ബോധരഹിതനായി വീഴുകയാണ്. ബോധം വന്നയുടനെ പ്രവാചകന്റെ ചോദ്യം, അസ്വല്ലന്നാസ്, ആയിഷ, ജനങ്ങൾ നിസ്കരിച്ചോ? ഇല്ല റസൂലേ, വഹും യന്തളിറൂനക്, അവർ താങ്കളെ കാത്തിരിക്കുകയാണ്. റസൂലുള്ളാഹി രണ്ടാമതും വുളൂഎടുത്തു, രണ്ടാമതും ബോധരഹിതനായി. ബോധം വന്നപ്പോൾ ചോദിക്കുന്നു, അസ്വല്ലന്നാസ്, ആയിഷ, ജനങ്ങൾ നമസ്കരിച്ചോ? ഇല്ല റസൂലേ, വഹും യന്തളിറൂനക്, അവർ താങ്കളെ കാത്തിരിക്കുകയാണ്. 3 തവണ ഇത് ആവർത്തിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി തനിക്ക് പള്ളിയിലേക്ക് എത്താൻ സാധിക്കുകയില്ല. പ്രവാചകൻ പറഞ്ഞു, മുറു അബൂബക്കറിൻ അൻ യുസല്ലിയ ബിന്നാസ്, ആയിഷ, അബൂബക്കറിനോട് പറ ജനങ്ങൾക്ക് ഇമാമത്ത് നിന്നുകൊണ്ട് നമസ്കരിക്കുവാൻ. പിന്നീടുള്ള 17 വഖത്തുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഇമാമത്ത് നിന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും. ശനിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരൽപ്പം ആശ്വാസം ലഭിക്കുകയാണ്. വീണ്ടും മിമ്പറിൽ കയറി സ്വഹാബത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഉമ്മത്തിനോടുള്ള നസീഹത്ത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരൽപ്പം ആശ്വാസം ലഭിക്കുമ്പോൾ തൻ്റെ സ്വഹാബത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് എത്ര നസീഹത്തുണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അവസാന നീണ്ട പകലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പ്രവാചകന്റെ കൈകളിൽ ഉണ്ടായിരുന്ന 9 ദിർഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വതക്ക ചെയ്തു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്ന ഒരു അടിമയെ അവിടുന്ന് മോചിപ്പിച്ചു. റസൂലുള്ളാഹിയുടെ അരികിലുണ്ടായിരുന്ന ആയുധങ്ങൾ സ്വഹാബത്തിന് നൽകി, എല്ലാവർക്കും നൽകിയെന്ന് ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും. ലോകത്തിൻ്റെ രാജകുമാരൻ വിട പറയാൻ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് 9 ദിർഹം മാത്രമായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമുക്കിപ്പോഴും പരാതികളാണ്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ, നമ്മുടെ വാഹനത്തിൻ്റെ വിഷയത്തിൽ, നമ്മുടെ വീടിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനെ പരിഗണിച്ചിട്ടില്ല എന്നാണ്. ആകാശത്ത് കാർമേഘങ്ങൾ ചുരുണ്ടുകൂടുമ്പോൾ തൻ്റെ ചോരപ്പൈതലിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് എവിടേക്ക് പോകണമെന്നറിയാത്ത ആയിരക്കണക്കിന് വിധവകളായ സ്ത്രീകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. വലിയ വലിയ ഹോട്ടലുകളിൽ നിന്ന് വലിച്ചെറിയപ്പെടുന്ന ഭക്ഷണ കൂമ്പാരങ്ങൾക്ക് മുമ്പിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തിരയുന്ന കുട്ടികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും നിൽക്കുന്ന സമയത്ത് 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഒരു 10 രൂപ തരുമോ, ഒരു 20 രൂപ തരുമോ എന്ന് ചോദിക്കുന്ന എത്ര കുട്ടികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്.
പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ ചെറുതാക്കി കാണിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടുള്ളതല്ല. പിന്നീട് തിങ്കളാഴ്ച ദിവസം റബീഉൽ അവ്വൽ 12-ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് വിരിമാറ്റിയാൽ പള്ളി കാണാം. റസൂലുള്ളാഹി വിരിമാറ്റിയപ്പോൾ സുബ്ഹിന് വേണ്ടി കാലോട് കാൽ ചേർത്ത് വെച്ച് സ്വഫ് ശരിയാക്കി നിൽക്കുന്ന തൻ്റെ സ്വഹാബത്ത്, 23 വർഷം താൻ വാർത്തെടുത്ത തൻ്റെ സ്വഹാബത്ത് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷം കൊണ്ട് ചിരിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ്റെ പുഞ്ചിരി കണ്ട് ഞങ്ങളുടെ നമസ്കാരം പോലും ഫസാദിലാകുമോ ഞങ്ങൾ ഭയപ്പെട്ടു. പ്രവാചകൻ്റെ രോഗം ശിഫയായി എന്ന് കരുതി ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ജോലികളിലേക്ക് തിരിച്ചുപോയി. ഏകദേശം ളുഹയുടെ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ അരികിലേക്ക് വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം ശക്തമായി മൂർച്ഛിച്ചിട്ടുണ്ട്. അബ്ദുറഹ്മാൻ്റെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുഖത്തേക്കൊന്ന് നോക്കും, മിസ്വാക്കിലേക്കൊന്ന് നോക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുഖത്തേക്കൊന്ന് നോക്കും, മിസ്വാക്കിലേക്കൊന്ന് നോക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, റസൂലേ, താങ്കൾക്ക് മിസ്വാക്ക് ചെയ്യണം? അതേ എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മിസ്വാക്ക് വാങ്ങി അത് വായിലേക്കിട്ട് മാർദ്ദവപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല്ല് തേച്ച് കൊടുക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീട് പറയാറുണ്ട്, എൻ്റെ മടിയുടെയും എൻ്റെ നെഞ്ചിൻ്റെയും ഇടയിൽ വെച്ചുകൊണ്ടാണ് എൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. അവസാനമായി പ്രവാചകന്റെ ഉമിനീരോട് യോജിച്ചു വന്നത് എൻ്റെ ഉമിനീരാണ് എന്ന് അഭിമാനപൂർവ്വം ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര ഭാഗ്യം ചെയ്ത സ്ത്രീയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹ കുട്ടികളുമായി പ്രവാചകന്റെ അരികിലേക്ക് വന്നു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ തൻ്റെ പേരക്കുട്ടികളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അവരോടൊപ്പം ആന കളിക്കുന്ന, അവരോടൊപ്പം ഓടിക്കളിക്കുന്ന, അവർക്ക് പാട്ടുകൾ പാടിക്കൊടുത്തിരുന്ന, അവരെ തുരുതുരാ ചുംബിക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി ലോകത്ത് നിന്ന് വിട പറയുന്ന അന്ന് പോലും അവരെ നെഞ്ചോട് ചേർത്ത് വെച്ച് ചുംബനങ്ങൾ നൽകിയെന്ന് ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും. ഭാര്യമാരെല്ലാം കരയുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ ചെവി പ്രവാചകന്റെ ചുണ്ടിനോട് ചേർത്ത് വെച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ, ജൂത ക്രിസ്ത്യാനികളെ അല്ലാഹു ശപിക്കട്ടെ. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രമാക്കിയിരിക്കുന്നു. ജൂതന്മാരുടെ, ക്രിസ്ത്യാനികളുടെ, അവരുടെ പ്രവാചകന്മാരുടെ, അവരുടെ സ്വാലിഹീങ്ങളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി അതിലേക്ക് സുജൂദുകൾ അർപ്പിക്കുന്ന, അതിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്ന, അതിലേക്ക് നേർച്ചകൾ അർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അവർ മാറിയപ്പോൾ ഖാത്തലഹുമുല്ലാഹ്, അല്ലാഹു അവരെ നശിപ്പിക്കട്ടെ, അല്ലാഹു അവരെ ശപിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജൂത ക്രിസ്ത്യാനികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് വിഷയത്തിലാണോ ശപിച്ചത്, അതേ പിഴച്ച വിശ്വാസത്തിലേക്ക്, അതേ പ്രവണതയിലേക്ക് ഇന്ന് മുസ്ലിം ഉമ്മത്ത് കടന്നു ചെന്നിരിക്കുന്നു. കെട്ടിപ്പൊക്കിയ എത്ര ജാറങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എണ്ണ വെച്ച്, തിരി വെച്ച്, അരി വെച്ച്, പുണ്യഭൂമാലകൾ എറിയുന്ന, പുണ്യപുഷ്പങ്ങൾ എറിയുന്ന, സുജൂദുകൾ അർപ്പിക്കുന്ന, കലങ്ങി കലങ്ങിയ കണ്ണുകളുമായി കൈകൾ ഉയർത്തുന്ന, തവാഫ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എത്ര മഖബറകൾ, എത്ര ജാറങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന വസിയ്യത്ത് പോലും നെഞ്ചിൽ ചേർക്കാൻ കഴിയാത്ത ഇവർക്ക് എന്ത് പ്രവാചക സ്നേഹമാണ് ഉമ്മത്തിനോട് പറയുവാനുള്ളത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹി യൗമൽ ഖിയാമ, ആ ജീവികളാണ്, ആ മനുഷ്യന്മാരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പരലോകത്ത് ഏറ്റവും നികൃഷ്ടരായവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രവാചകന്റെ വസിയത്ത്, അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, അറിയണേ, നിങ്ങൾ ഖബർസ്ഥാനുകൾ, നിങ്ങൾ മഖബറകൾ, ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റരുത് എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്,
അള്ളാഹുവെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി എൻ്റെ ഖബറിനെ നീ മാറ്റരുതേ. ആളുകൾ വന്ന് സുജൂദ് ചെയ്യുന്ന, തവാഫ് ചെയ്യുന്ന, നേർച്ചകൾ അർപ്പിക്കുന്ന, അറിവ് നേർച്ചയാക്കുന്ന ആ രൂപത്തിലേക്കുള്ള ഖബറാക്കി നീ എൻ്റെ ഖബറിനെ മാറ്റരുതേ. അള്ളാഹുവെ എൻ്റെ ഖബറിനെ ഒരു ആഘോഷ കേന്ദ്രമാക്കി നീ മാറ്റരുതേ. വർഷാവർഷം ആണ്ട് നേർച്ച കഴിക്കുന്ന, അവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്ന, അതിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആ രൂപത്തിലുള്ള ഒരു ആഘോഷ കേന്ദ്രമാക്കി എൻ്റെ ഖബറിനെ മാറ്റരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രവാചകന്റെ അവസാന വസിയ്യത്ത് നെഞ്ചിലേറ്റുവാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം. പ്രവാചകന്റെ സുന്നത്തുകളോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കുവാനും നാളെ പരലോകത്ത് അവിടുത്തോടൊപ്പം സഹവസിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് താൻ 23 വർഷം ഉയർത്തിപ്പിടിച്ച ആദർശം വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. ആയിഷ, ഇന്ന ലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകളുയർത്തി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ലീ വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ, അല്ലാഹു എനിക്ക് പുറത്തു തരണമേ, വർഹംനി എന്നോട് കരുണ കാണിക്കണമേ, വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ, ഉന്നതനായ കൂട്ടുകാരിലേക്ക് നീ എന്നെ ചേർക്കണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണവാർത്ത സ്വഹാബാക്കൾക്കിടയിൽ പരന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹും മുഗീറ റളിയല്ലാഹു അൻഹും ആ വാർത്ത കേൾക്കുകയും റസൂലുള്ളാഹിയുടെ അരികിലേക്ക് എത്തുകയും ചെയ്തു. പ്രവാചകനെ കണ്ടയുടനെ മുഗീറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാത്ത റസൂലുള്ളാഹ്, ഉമർ, റസൂലുള്ളാഹി മരണപ്പെട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കോപാകുലനായി. മുഗീറ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ 40 ദിവസം വിട്ടു നിന്നതുപോലെ എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടു നിൽക്കുകയാണ്. വാഗശിയ, എൻ്റെ പ്രവാചകൻ എന്തൊരു ബോധക്ഷയമാണ്. എൻ്റെ പ്രവാചകൻ വഫാത്തായി എന്നാരെങ്കിലും പറഞ്ഞാൽ ദാ ഉമറിൻ്റെ വാളിൽ അവൻ്റെ തല ഊരിയെടുക്കുമെന്ന് പറയുന്ന മഹാനായ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടേക്ക് എത്തുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിൽ ചുംബിക്കുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, തിബ്ത ഹയ്യൻ വമീത്, റസൂലേ, താങ്കൾ ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ടപ്പോഴും എന്തൊരു സുഗന്ധമാണ്. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇജ്ലിസ് യാ ഉമർ, ഉമർ നീ ഇരിക്കണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറുകയും സ്വഹാബത്തിൻ്റെ ആയത്തോതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ടുണ്ട് എന്ന് അവരെ അറിയിക്കുകയും ചെയ്യുകയാണ്. അത് കേട്ടയുടനെ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂബക്കർ, ഞാൻ ആഗ്രഹിച്ചു പോയി അബൂബക്കർ, ഞാൻ മരണപ്പെട്ടാലും നീ മരണപ്പെട്ടാലും നമ്മളെല്ലാവരും മരണപ്പെട്ടാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അബൂബക്കർ. പ്രിയമുള്ളവരെ, എത്ര സ്നേഹമുണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്. എത്ര ആഴത്തിലുള്ള സ്നേഹത്തിന്റെ വാക്കുകളാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റേത്. എന്നാൽ ആ ഉമർ റളിയല്ലാഹു അൻഹു ഒരു റബീഉൽ അവ്വൽ 12 പോലും റസൂലുള്ളാഹിയുടെ ജന്മദിനം എന്ന് പറഞ്ഞ് ഒരു കാരക്ക പോലും വിതരണം ചെയ്തിട്ടില്ല. പ്രവാചകന്റെ വഫാത്തിന് ശേഷം 2 വർഷം 10 മാസം 2 ദിവസം ഖിലാഫത്തുർ റാഷിദ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 വർഷം, 12 വർഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചു. 6 വർഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചു. 6 മാസം ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചു. 30 വർഷം ഖിലാഫത്തുർ റാഷിദീൻ രാജ്യങ്ങൾ ഭരിച്ചിട്ടും ഒരു റബീഉൽ അവ്വൽ 12 പോലും ഒന്ന് ഒരുമിച്ചിരിക്കുകയോ ഒരു കാരക്ക നൽകുകയോ ഒരു സരീദ് നൽകുകയോ അവർ ചെയ്തിട്ടില്ല.
അതവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പഠിപ്പിച്ച ആദർശത്തിൽ ഈ മതത്തിൽ അതില്ലായിരുന്നു എന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാക്കകാരണവന്മാർ ചെയ്തു വന്നതല്ലേ, നാട്ടാചാരമല്ലേ, നമ്മൾ മാത്രം മാറി നിന്നാൽ ആളുകൾ എന്തു പറയും എന്ന ന്യായങ്ങളൊന്നും പറഞ്ഞ് ആ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. അന്നുണ്ടാക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി ഒരു 5 പൈസ പോലും ഒരു മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് ഇറങ്ങാൻ പാടുള്ളതല്ല. ക്രിസ്ത്യാനികൾ ഉണ്ണിയേശുവിനെ ആരാധിക്കുന്നുണ്ട് എങ്കിൽ, ഹിന്ദുക്കൾ ഉണ്ണികൃഷ്ണനെ ആരാധിക്കുന്നുണ്ട് എങ്കിൽ, ഇന്ന് അതുപോലെ ഉണ്ണി മുഹമ്മദിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് എത്തിയെങ്കിൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനം പുലർന്നതാണ്. ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ. ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ജൂത ക്രിസ്ത്യാനികളെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, ആ ബിദ്അത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ അല്ലാഹുവിനനുസരിക്കുക, നിങ്ങൾ റസൂലിനനുസരിക്കുക, നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെട്ടേക്കാം. അവിടുത്തെ അനുസരണത്തിൽ മാത്രമാണ് നമുക്ക് വിജയമുള്ളത്. അവിടുത്തെ ജീവിതത്തിൻ്റെ ചര്യയിൽ മാത്രമാണ് നമുക്ക് മുഴുവൻ ഖൈറുകളും ഉള്ളത്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ബിദ്അത്തുകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരണം വരെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കുക. അവിടുത്തോടുള്ള സ്നേഹം സുന്നത്തുകളിലൂടെ നമ്മൾ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലുള്ളാഹിയുടെ കൂടെ, അവിടുത്തെ സ്വഹാബത്തിൻ്റെ കൂടെ നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ സഹവസിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ.